Hey, hey. എന്തായി കാണുന്നത്? ഒരു രക്ഷയില്ലട്ടാ. ഹെവി 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 ഹെവി. നോക്കി, എന്താ സെറ്റപ്പ് മോനെ. എനിക്കാണെങ്കിലും മുണ്ടുകൊടുത്ത് വലിയ പരിചയമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ ഒരു മുണ്ട് കൊണ്ട് തന്നിട്ടാ. അവൻ എന്നോട് പറഞ്ഞത് ഇത് മറ്റേ ഒട്ടിപ്പ് ഉള്ള മുണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിലൊരു ഒട്ടിപ്പ് ഞാൻ കണ്ടില്ല. അവനുള്ളത് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മുണ്ട് അങ്ങനെ ഞാൻ ഉടുക്കാറില്ല. എന്തായാലും ഇന്ന് വിഷുവൊക്കെ അല്ലേ, മുണ്ടൊക്കെ കൊടുത്ത് നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വരാം. അപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങി. കണ്ട ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട ദേ എന്താണെന്ന് നോക്കി ഉണ്ടാക്കി കിടക്കണ മാതള നാരങ്ങ. ചെമ്മീപ്പുളി കണ്ടാ, ചെമ്മീപ്പുളി. കണിക്കൊന്ന എന്തോരം കണിക്കൊന്നേന്ന് നോക്കിയേ. ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കണിക്കൊന്ന. കണ്ട കണിക്കൊന്ന. ഒരുപാട് കണിക്കൊന്ന. അയ്യപ്പനില്ല. ഇത് നോക്കിയേ, എന്റെ പൊന്നു മോനെ. നോക്കിയേ, കണിക്കൊന്ന്. ഇത്രയും കണിക്കൊന്ന്. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. കാര്യമായിട്ട് കിട്ടണല്ലോ. നോക്കിയേ, ഇഷ്ടം പോലെ. വെറുതെ കയ്യെത്തിച്ച് പൊട്ടിക്കാതെ കിട്ടി. പറഞ്ഞ കൂടി കിട്ടിപ്പോയി. അങ്ങനെ കണിക്കൊന്ന് കിട്ടി എനിക്ക്. സുലൈമാൻ ചൂടെന്നൊക്കെ പറഞ്ഞല്ലേ, മാതിരി ചൂടാണ് ഇവിടെ. എന്താണല്ലേ കണ്ടു. ഫുള്ള് കണിക്കൊന്ന. വണ്ടി ഞാൻ പാഞ്ഞോണ്ടിരിക്കണം. ടെമ്പിൾ ഉണ്ടോ? ടെമ്പിൾ നോക്കിയേ, അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഇവിടത്തെ ബുദ്ധന്റെ അമ്പലം. നോക്കിക്കോട്ടോ. എന്തു ഭംഗിയാണ് നോക്കിയാ കാണാനായിട്ട് അമ്പലം. ഓ മൈ ഗോഡ്, എന്തായി കാണുന്നത്? ഒരു രക്ഷയില്ലട്ടാ. ഹെവി 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 ഹെവി. ഫുള്ള് ഗോൾഡ്. ഓ മൈ. എന്നാലും ഇത്ര നാള് ഞാനിത് കാണാതെ പോയല്ല. കണ്ട എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഒന്നും പറയാനില്ല. നോക്കി, വാവ്. നമുക്കൊന്ന് റൗണ്ട് അടിക്കാടാ. അത്രയും
നല്ല ഭംഗിയുണ്ട് കാണാനെല്ലാം. ഇതൊരു വിഗ്രഹം ഉണ്ട് ഇതെല്ലാം. നോക്കി ഫുള്ള് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് വില കൂടിയതായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാവരും. തിളങ്ങിയാണ്, ഫുള്ള് കിടന്ന് തിളങ്ങിയാണ് അമ്പലം. കണ്ടോ? ഓഹ്, ചെരുപ്പ് ഊരിയിട്ടിട്ട് അമ്പലത്തിലേക്ക് കയറാം. ഇത് ഏർലി മോർണിംഗ് മാത്രം ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് രാവിലെ മാത്രം ഓപ്പൺ ചെയ്യും. ഇത് പ്രാവ് കണ്ട, പ്രാവ് പ്രാവൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു. എന്താ സെറ്റപ്പ് അല്ലേ, ഒന്നും പറയാനില്ല. അടിപൊളി സെറ്റപ്പ്. ഒരു കാമാൻ കോയറ്റ് പ്ലേസ് ആണ്. ഒരുപാട് ബേഡ്സ് ആണ്. ഇത് നോക്കിയേ, ഇതാണ് അതായത് പ്രാർത്ഥിക്കണ സ്ഥലം. പൂജക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇവരൊക്കെ അത് വാങ്ങിയിട്ട് പോണതാണ്. എല്ലാവരും എന്നെ നോക്കേണ്ട, മുണ്ടെടുത്തിട്ട് വന്നാക്കുന്ന കാരണം. ഇതെന്താണ് സംഭവം? പൂജക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ലാസ്റ്റ് സെക്ഷനാണ്. ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ഇഷ്ടംപോലെ ആളുകളോട് ഇരിക്കണം. പുള്ളി പറയണത് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പുള്ളി ഞാനെടുത്ത മുണ്ട് കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്നോട് ചോദിച്ചു. എന്ത് മുണ്ടാണ്, എവിടെ നിന്നാണിത്, ഇത് എല്ലാ ദിവസവും ഉടുത്തൂടെ, ഇങ്ങനെ നല്ലതാണ് കാണാനെന്നൊക്കെ പറഞ്ഞു. കാരണം അവർ കൂടുതലും മുണ്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. നല്ലതാണ്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൾച്ചർ എങ്ങനെയാണ്, അമ്പലത്തിൽ പോകുമ്പോഴാണ് കൊടുക്കണേന്നൊക്കെ. ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോകുമ്പോഴാണ് നമ്മൾ മുണ്ട് കൂടുതൽ കൊടുക്കണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പൂജയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടുത്തിരിക്കണ ഡ്രസ്സ് കണ്ടില്ല, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ബാക്ക് സൈഡൊക്കെ നോക്കി ഫുള്ള് ഗോൾഡായിട്ടുള്ള രീതിയിൽ ഡ്രസ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മങ്കിൻ്റെ ഇവരെ നമ്മൾ മങ്ക് എന്നാണ് വിളിക്കുന്നത്. മങ്ക് ഇത് നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ, അതായത് നമ്മളുടെ നാട്ടിൽ പൂജാരികളില്ലേ ക്ഷേത്രങ്ങളിലെ, അതുപോലെ തന്നെയാണ്. മുകളിലൊക്കെ പണിയൊക്കെ നോക്കി പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇവിടെ മാത്രമല്ല, ഇവിടെ
जीवनानि संघानानि सपरिवाराणि संघसा ओनोशयामा साधुनोวางข้าว ตุลาปาลิปุเรนติสาคลังเทวะเมวะอิโตทินังเปตานาอุรกาปฏิสิทิตาปฏิจารตุหังวิปเมวะนามิจโตตาเอปุเรนุสังกปาจันโทปันนราโสยะถาโสยะถา แค่นั้นเอง พระบิดาพระกาลีพระวันพระปีพระเสือพระเพื่อนหายไปน้ำดับไฟที่วันใจเย็นดับว่าได้ดับว่าได้มาพระวันจุเดชพระวันก็มาการนี้หมดจริงๆแล้วผ้าของอินเดียก็ใส่แบบอย่างบ้านเขาแบบได้เลยใส่เข้าวัดเข้าวัดถ้าเราไม่รู้รู้จักഒരു പ്രാവ് ഉള്ളി കയറി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മങ്കും എല്ലാവരും കൂടി ഓടിക്കാൻ നോക്കിയാണ്. നോക്കി അമ്പലത്തിലെ ഡിസൈൻ നോക്കി. ഓ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ സെറ്റപ്പ് ഇത് നോക്കി.
ഫുള്ള് എന്താ ഭംഗി, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ടെമ്പിളിലേക്ക്. എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കേണ്ട, നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം എല്ലാവരും. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് വരിക പോവാ. എന്താ മാമി കാണണേ? ഗോൾഡാണോ? സൂപ്പറാണോ? സൂപ്പർ, നല്ലൊരു പൂജന്റെ ടെമ്പിൾ. ഞാൻ ഇത് ഓരോരോ വിഗ്രഹങ്ങളാണ് കേട്ടോ. അവർ നമ്മൾ നാട്ടിലെ അമ്പലത്തിൽ പല പല ദൈവങ്ങളുണ്ടാവില്ലേ, അതുപോലെ തന്നെ അവർ വെച്ചിരിക്കുന്നതാണത്. ഇവിടെ ചന്ദനത്തിരി, ഫ്ലവേഴ്സ്, എണ്ണ എല്ലാനും ഉണ്ട്. എന്താ ഭംഗിയല്ലേ വിഗ്രഹങ്ങളൊക്കെ കാണാനായിട്ട്, എന്താ ഭംഗി. തൊട്ടടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ വർക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അത് കണ്ടോ, നോക്കി. ഓ എന്താ സെറ്റപ്പ് മോനെ. ഓ ഒന്നും പറയാനില്ല. ഒരുപാട് പ്രാവ്, തത്ത ഇഷ്ടം പോലെയുണ്ട്. സൗണ്ട് കേട്ടുകൊണ്ടിരിക്കണതാ. ഇത് നോക്കിയേ, ഇത് എക്സിറ്റ് ആണ് കേട്ടോ. അതായത് അതിലെ എൻ്റർ ചെയ്തിട്ട് ഇതിലെ എക്സിറ്റ് ആണ്. ഇത് നോക്കിയേ, ഓരോരോ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കണത്. ഞാൻ ഈ മുണ്ടുടുത്ത് വന്നത് കൊണ്ട് എല്ലാവരും മങ്ക് എല്ലാവരും എന്നോട് കൊള്ളാം, നല്ല നല്ല മുണ്ടാണ് കേട്ടോ, നല്ല ഡ്രസ്സാണ് നിൻ്റെ, ഇത് എവിടെ നിന്നാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നാണ്. കേരള എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഇന്ത്യ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ പറഞ്ഞ ഞാൻ സൗത്ത് ഇന്ത്യ കേരളയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് അവർ യൂസ് ചെയ്യണത് ഏറ്റവും കൂടുതൽ ഈ കാവി പോലത്തെ മുണ്ടുകൾ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതായിട്ടുള്ളൊരു മാച്ചിങ് ഉള്ളൊരു ഡ്രസ്സായതിൻ്റെ പേരിൽ അവർ ഒരുപാട് നേരം എന്നോട് സംസാരിച്ച് ഇത് ക്യാമറ ഷൂട്ട് ചെയ്യണേനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് സംസാരിക്കണേനോ വേറെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന പൂജ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണേനോ അവർ യാതൊരു എതിർപ്പുകളും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഭയങ്കര ഒരു സന്തോഷം. അവർ എന്നോട് ഒരുപാട് നേരം സംസാരിച്ച് അവരുടെ കാര്യങ്ങളും എന്നോട് പറഞ്ഞ്, പൂജകൾ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം നിങ്ങളുടെ നാടും നമ്മളുടെ നാടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് കുറേ നേരം ഞാൻ സംസാരിച്ച് ഞാൻ അവിടെ ഇരുന്നു, എൻ്റെ ഫ്രണ്ടിലിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും വരാം കേട്ടോ. ഇവിടെ അങ്ങനെ മതപരമായിട്ടുള്ള ഇതിൽ ഇന്ന മതക്കാർക്കേ വരാൻ പാടുള്ളൂ, ഇന്ന മതക്കാർക്ക് ഇവിടെ വരാൻ പാടില്ല എന്നൊന്നുമില്ല, എല്ലാവർക്കും വരാം. ഇവിടെ തായ്ലാൻഡിൽ അങ്ങനെ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. എല്ലാവർക്കും വരാം വീഡിയോ ഷൂട്ട് ചെയ്യുക, ഒരു പ്രശ്നമില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഹംബിളായിട്ടുള്ള ഭയങ്കര ഡൗൺ ടു എർത്ത് പീപ്പിളാണ് അവിടെ ഉള്ള ആളുകൾ എല്ലാവരും. എനിക്ക് പ്രത്യേകിച്ച് മങ് പീപ്പിൾ ഭയങ്കര ഒരു എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചറിയുകയൊക്കെ ചെയ്യും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ആളുകളായിരുന്നു. ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ നോക്കിയേ, ഇവിടുത്തെ തായ്ലാൻഡിലെ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്. നമ്മളുടെ ഓട്ടോറിക്ഷയായിട്ട് ചെറിയൊരു വ്യത്യാസം, എന്താ പറയുക, ചെറിയൊരു നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അടിപൊളി ഓട്ടോറിക്ഷ അല്ലേ. ഡ്രൈവറിൻ്റെ സീറ്റാണ് ഏറ്റവും വലുത്, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ, കളർഫുൾ.
ഇപ്പൊ ഞാൻ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയാട്ടോ. ഭയങ്കര ചൂടാ. ചൂടെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ. വിഷുവായിട്ട് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചില്ലേ? ഉഷാറല്ലേ? നമ്മൾക്ക് ഇവിടെ ഒന്നുമില്ല ബായ്. സദ്യ കിട്ടുമോ നോക്കാം. ഓക്കെ, സദ്യ കിട്ടൂല, വേറെ എന്തെങ്കിലും നല്ല ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ടെമ്പിള് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വിശന്നിട്ട് വയ്യ, ടയേർഡായി, നല്ല ചൂടാണ് ഇവിടെ, ഒന്നും കഴിച്ചിട്ടില്ല. കണ്ടില്ലേ? നോക്കിയേ, മസാല ദോശ. Yeah. Hi.